ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭസമയത്ത് ശാരീരികമായി ബന്ധപ്പെടാമോ, അങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുമോ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, നിങ്ങൾക്ക് അബോർഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ചിലർ ഡോക്ടറോട് അത് ഡയറക്റ്റ് ചോദിക്കുന്നവരുണ്ട്, മറ്റു ചിലർ ഡോക്ടർമാരോട് പോലും ചോദിക്കാൻ മടിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഗർഭത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീകൾക്ക് സെക്സിനോടുള്ള താല്പര്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അങ്ങനെ വരാനുള്ള കാരണം എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് എന്തൊക്കെ പൊസിഷൻസ് ഈ ഗർഭസമയത്ത് നമ്മളിങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഏതൊക്കെ പൊസിഷൻസിൽ നമുക്ക് ബന്ധപ്പെടാം? അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഗർഭത്തിൻ്റെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മളിങ്ങനെ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റാത്തത്? ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ഏതൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. കുഞ്ഞ് എന്ന് പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സാക്ക് എന്ന് പറയുന്ന ഒരു ദ്രാവകത്തിനുള്ളിലാണ് കിടക്കുന്നത്. അതുകൂടാതെ കുഞ്ഞിന് ചുറ്റും ഗർഭപാത്രത്തിൻ്റെ പേശികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗർഭസമയത്ത് വേറെ റിസ്കുകളൊന്നും ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഗർഭസമയത്ത് ശാരീരികമായി ബന്ധപ്പെടുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇനി നമുക്ക് ഓരോ ട്രൈമസ്റ്ററിലും ബന്ധപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമോ, അതുപോലെ ഏതൊക്കെ പൊസിഷൻസ് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ മിക്ക ഗർഭിണികൾക്കും എപ്പോഴും ഉറക്കം വരൽ, അതുപോലെ തന്നെ ഛർദിൽ, ഓക്കാനം, പിന്നെ ഭക്ഷണത്തിനോടുള്ള വിരക്തി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും മിക്ക സ്ത്രീകളും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമ്മൾ കഴിവതും ശാരീരികമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അതുകൂടാതെ നമുക്ക് മുൻപത്തെ ഗർഭധാരണത്തിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഇതുപോലെ എന്തെങ്കിലും അബോർഷനോ സ്പോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ശാരീരികമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ ഓക്കാനം, ഛർദി എന്നിവ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ആ ഭാഗത്തിലേക്കും യോനിമുഖത്തിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോയുടെ സർക്കുലേഷൻ കൂടി വരികയും ലൂബ്രിക്കേഷൻസ് കൂടി വരികയും ചെയ്യുന്നു. ആ സമയത്ത് സ്ത്രീകൾക്ക് സെക്സിനോടുള്ള താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ബന്ധപ്പെടാനുള്ള താല്പര്യവും കൂടുതലായിട്ട് വരുന്നു. ഈ ടൈമിൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബോണ്ടിങ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഇനി ഒരു തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ വയറ് കൂടിക്കൂടി വന്ന് നടുവേദന, അതുപോലെ തന്നെ കാലിൽ നീര് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സ്ത്രീയുടെ സെക്സ് ഡ്രൈവ് വീണ്ടും കുറയുന്നു. എന്നാൽ എല്ലാവർക്കും ഒരുപോലെയല്ല, ചിലർക്ക് ആ ടൈമിലും നല്ല താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലും നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പലരുടെയും സംശയമാണ്, ഡേറ്റൊക്കെ അടുക്കാറായി എന്നിട്ടും പ്രസവവേദന വരുന്നൊരു ലക്ഷണവുമില്ല, അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രസവം അങ്ങനെ നടക്കുമോ, അങ്ങനെയൊക്കെ. രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഈ ടൈമിൽ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ശുക്ലം എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ഉണ്ട്. ഇത് ചില ടൈമിലൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രസവവേദനയൊക്കെ ആരംഭിച്ച് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് കഴിഞ്ഞാൽ പ്രസവിക്കാനും വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഓരോ ട്രൈമസ്റ്ററിലും ഏതൊക്കെ പൊസിഷൻസാണ് കൂടുതൽ അനുയോജ്യമെന്ന് നോക്കാം. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. മെഷീനറി പൊസിഷനായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതെന്തുകൊണ്ടാണ് മെഷീനറി പൊസിഷൻ നല്ലതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യത്തെ ട്രൈമസ്റ്ററിൽ അപ്പോഴും വയറിൻ്റെ മുകളിലോട്ട് യൂട്രസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പൊസിഷൻ ബന്ധപ്പെട്ടാലും നമ്മുടെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും സ്ത്രീക്ക് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഡോഗി പൊസിഷനോ അല്ലെങ്കിൽ വുമൺ ടോപ്പ് പൊസിഷനോ നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ വയർക്ക് നന്നായിട്ട് വീർത്ത് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പൊസിഷൻ പോലും അനുയോജ്യമല്ല. ഈ ട്രൈമസ്റ്ററിൽ സ്പൂണിങ് പൊസിഷനായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ പൊസിഷൻസ് പോലും നമുക്ക് അവസാനത്തെ 2 ആഴ്ച ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. അത് നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കിയേക്കാം. ചിലരുടെ പ്രഗ്നൻസിയിൽ ഡോക്ടർ സെക്സ് പാടെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. മുൻപത്തെ പ്രഗ്നൻസിയിൽ മിസ്കാരേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലാതെ ഈ പ്രഗ്നൻസിയിൽ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം സെക്സ് പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത്.
മിക്കവർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ അല്ലെങ്കിൽ സുഖം കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി മാറി നിൽക്കുന്നതാണ് നല്ലത് ഒരു 3 മാസത്തേക്ക്. ഷോർട്ട് സർവിക്സ് അല്ലെങ്കിൽ സർവിക്സ് ഇൻകോമ്പീറ്റൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. സർവിക്കൽ ഇൻകോമ്പീറ്റൻസി ആണെങ്കിൽ അത് സ്റ്റിച്ച് ഇടുമായിരിക്കും ചെയ്യുന്നത് സർവിക്സിന് ചുറ്റും. ഇനി ഷോർട്ട് സർവിക്സ് ആണെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് തരും, അതുപോലെ തന്നെ ഇഞ്ചക്ഷനും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പരമാവധി റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോ ലൈൻ പ്ലാസൻ്റ. അത് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ തുടക്കം മുതൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നോക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് മുൻപത്തെ പ്രഗ്നൻസിയിൽ നമുക്ക് 6ലോ 7ലോ പ്രീ ടൈം ലേബർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഉള്ള പ്രസവം 6ആം മാസത്തിലോ 7ആം മാസത്തിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ട്വിൻ പ്രഗ്നൻസി, ട്രിപ്ലറ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ പ്രസവ ടൈമിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഗുഹ്യഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ടൈമിലും അത് കഴിഞ്ഞിട്ടും ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പരസ്പരം പകരാൻ സാധ്യതയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭാര്യയ്ക്ക് മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ഇത് ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് ഡോക്ടർ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗർഭസമയത്ത് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.